എല്ലാവർക്കും നമ്മുടെ ടെക് നോട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫൈനലി നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഇന്നലത്തെ ആ ഒരു ആപ്പിൾ ഈവന്റിൽ നമ്മുടെ ഐഫോൺ 13 സീരീസ് ലോഞ്ച് ആയിട്ടുണ്ട്. ഐപാഡ് മിനി, ആപ്പിൾ വാച്ച് സീരീസ് 7 ഒക്കെയാണ് ഈ ഒരു ഈവന്റിൽ ലോഞ്ചായ മറ്റുള്ള പ്രോഡക്റ്റുകൾ. എന്തായാലും ഈ ഒരു 4 മോഡൽസിലാണ് നമ്മുടെ ഐഫോൺ 13 സീരീസ് വരുന്നത്. ഐഫോൺ 13, ഐഫോൺ 13 മിനി, ഐഫോൺ 13 പ്രോ, ഐഫോൺ 13 പ്രോ മാക്സ്. കൂടാതെ ആ ഒരു സ്മോളർ നോച്ചും സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ ആ ഒരു ബെറ്റർ ക്യാമറ തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട രണ്ട് സവിശേഷതകളെന്ന് പറയുന്നത്. ഐഫോൺ 13ലും 13 മിനിയിലും മിനിമം സ്റ്റോറേജ് എന്ന് പറയുന്നത് 128ഉം കൂടാതെ മാക്സിമം സ്റ്റോറേജ് എന്ന് പറയുന്നത് 256ഉം ആണ്. അതേപോലെ തന്നെ പ്രോ വേർഷൻസിൽ 1 TB പുതുതായിട്ട് ആഡപ്പ് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡ് ന്യൂ A15 ബയോണിക് ചിപ്സെറ്റ് ആണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണുകളുടെ കൂടെയൊക്കെ കിട്ടുന്നത്. 4 കോർ GPU ആണ് ഐഫോൺ 13ലും 13 മിനിയിലും ലഭ്യമാകുമ്പോൾ 5 കോർ ഇൻ്റഗ്രേറ്റഡ് GPU ആണ് ഐഫോൺ 13 പ്രോ സീരീസിൽ നമുക്ക് ലഭ്യമാകുന്നത്. iOS വേർഷൻ എന്ന് പറയുന്നത് 15 ആണ്. 50% ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും നമുക്ക് മറ്റുള്ള ലീഡിങ് കോമ്പറ്റീഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഐഫോൺ 13 സീരീസിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു പെർഫോമൻസ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 5 കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ഐഫോൺ 13 മിനി ലഭ്യമാകുന്നത്. പിങ്ക്, ബ്ലൂ, മിഡ് നൈറ്റ്, സ്റ്റാർലൈറ്റ്, അതുപോലെ തന്നെ പ്രോഡക്റ്റ് റെഡ്. ഇനി പ്രോ സീരീസിൽ നോക്കുവാണെങ്കിൽ സൈറ ബ്ലൂ, സിൽവർ, ഗോൾഡ്, ഗ്രാഫൈറ്റ് എന്നിങ്ങനെ 4 കളേഴ്സിലാണ് ലഭ്യമാകുന്നത്. ഐഫോൺ 13 മിനിയുടെ വില നോക്കുവാണെങ്കിൽ 128ന് 69,900, 256 GB-ക്ക് 79,900, 512 GB-ക്ക് 99,900 രൂപ. അതായത് ഒരു 100 രൂപ കൂട്ടിയാൽ 1 ലക്ഷം രൂപയായി. ഐഫോൺ 13 നോക്കുവാണെങ്കിൽ 128ന് 79,900, 256ന് 89,900, 512 GB-ക്ക് 1,09,990 രൂപ. ഒരു 100 രൂപ ഇടുവാണെങ്കിൽ നമുക്ക് 1,10,000 രൂപ ആകുന്നുള്ളതാണ്. ഐഫോൺ 13 പ്രോയിൽ നോക്കുവാണെങ്കിൽ 128ന് 1,19,900, 256ന് 1,29,900, 512ന് 1,49,900, 1 TB-ക്ക് 1,69,900, 512 GB-ക്ക് നമ്മളൊരു 100 രൂപ ഇടുവാണെങ്കിൽ 1,50,000 രൂപ കിട്ടുന്നതാണ്. ഐഫോൺ 13 പ്രോ മാക്സ് നോക്കുവാണെങ്കിൽ 128ന് 1,29,900, 256ന് 1,39,900, 512 GB-ക്ക് 1,58,900, 1 TB-ക്ക് 1,79,900. ഈ ഒരു റേറ്റ് ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഐഫോൺ 13 പ്രോയ്ക്ക് US-ൽ 128 വേരിയന്റിന് $999 ആണ്. ആ ഒരു റേറ്റ് നമ്മളെ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് ഐഫോൺ 13 മിനി ആ ഒരു 128 വേരിയന്റ് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ഐഫോണിന്റെ ഇന്ത്യയിലുള്ള ചെറിയൊരു സങ്കടകരമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും പ്രീ ഓർഡർ സെപ്റ്റംബർ 17 സ്റ്റാർട്ട് ചെയ്യും. റീറ്റെയിൽ സെപ്റ്റംബർ 24 ഇന്ത്യ, US, UK, ജപ്പാൻ എന്നിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇത് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഇനി ഓപ്പോ A55 അതുപോലെ തന്നെ ഓപ്പോ A16 അടുത്ത് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ആകാൻ പോവുകയാണ്. ഓൾറെഡി ഓപ്പോ A55 5G ചൈനയിൽ ജനുവരിയിൽ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. 6+128 വേരിയൻ്റ് ആയിരിക്കാം. കൂടാതെ ഈ ഒരു ഓപ്പോ A16ഉം ഇന്തോനേഷ്യയിൽ ജൂലൈയിൽ അവർ അൺവീൽ ചെയ്തൊരു പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ്. 3GB 32GB ആണ് ആ ഒരു A16ൻ്റെ വേരിയന്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേ ബി നമ്മുടെ ഇന്ത്യയിൽ എത്തുന്നത് ഈ ഒരു ഓപ്പോ A55യുടെ 4G വേർഷൻ ആയിരിക്കും. 5G ആണോ എന്നുള്ളതിലും നമുക്ക് ചെറിയ സംശയമുണ്ട്. എന്തായാലും ആ ഒരു A55 5Gയുടെ ചൈനയിലെ വില നോക്കുകയാണെങ്കിൽ 1,599 യുവാൻ ആണ്. അതായത് ഒരു 18,300 രൂപ അടുപ്പിച്ചിട്ടാണ് ആ ഒരു വില എന്ന് പറയുന്നത്. ഇനി സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ച് HD+ ഡിസ്പ്ലേ, മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 700 SoC, 13 MB പ്രൈമറി, 8 MB ഫ്രണ്ട് ക്യാമറയാണ്. കൂടാതെ 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. A16 നോക്കുകയാണെങ്കിൽ 6.52 ഇഞ്ച് HD+ ഡിസ്പ്ലേ, മീഡിയടെക്കിൻ്റെ ഹീലിയോ G35 SoC, 13 MB പ്രൈമറി, 8 MB ഫ്രണ്ട് ക്യാമറ, 5000 mAh ബാറ്ററിയൊക്കെയാണ്. 11,000 രൂപയാണ് നമ്മുടെ ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത്. ഇനി വിവോ വയർലെസ് സ്പോർട്സ് ലൈറ്റ് നെക്ക് ബാൻഡ് പുതുതായിട്ട് ലോഞ്ച് ആകാൻ പോവുകയാണ്. 11.2 mm മൂവിംഗ് കോയിൽ ഡ്രൈവേഴ്സും 129 mAh ബാറ്ററി കപ്പാസിറ്റി, 18 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാകും. കൂടാതെ 10 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്താൽ 5 മണിക്കൂർ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി വെച്ചിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ IPX4ൻ്റെ ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ട്. 2,000-2,200 നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റേറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു സ്പെക്കൊക്കെ വെച്ചിട്ട് 2,200 രൂപയ്ക്ക് വാങ്ങിക്കുന്നെങ്കിൽ നമുക്ക് ചെറിയൊരു നഷ്ടമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ലോഞ്ച് ആകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി റിയൽമി ബാൻഡ് 2 ഇന്ത്യയിൽ ലോഞ്ച് ആകാൻ പോവുകയാണ്. സ്റ്റാപ്പ് കളേഴ്സ് എന്തായാലും ഒരു റിവീൽ ചെയ്തിട്ടുണ്ട്. 3 കളേഴ്സിലാണ്, ബ്ലാക്ക്, ബ്ലൂ, അതുപോലെ തന്നെ ഗ്രീൻ എന്നിങ്ങനെ 3 സ്റ്റാപ്പ് കളേഴ്സിൽ നമുക്കിത് കിട്ടും. 1.4 ഇഞ്ച് സ്ക്വയർ ഡിസ്പ്ലേയും കൂടാതെ ഹാർട്ട് റേറ്റ് മോണിറ്ററും അതുപോലെ തന്നെ FPO2 സെൻസറും ഒക്കെ ഇതിനകത്തുണ്ട്. പോഗോ പിൻ ചാർജർ ആണ് ഇതിനകത്ത് നമുക്ക് ലഭ്യമാവുക എന്ന് വിശ്വസിക്കുന്നു. അതായത് ആ ഒരു സ്ട്രാപ്പ് നമ്മൾ ഊരാണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ചാർജ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു ചെറിയ ഇൻഫോർമേഷൻസ് ആണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു BIS സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ വന്നതുകൊണ്ട് തന്നെ അടുത്ത്
തന്നെ ലോഞ്ച് ആകും. ആ സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. ഇനി ഇൻഫിനിക്സിൻ്റെ 0X സീരീസിലുള്ള മൊബൈൽ ഫോണുകൾ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. പ്രൈസ് പക്ഷേ ഇതുവരെ അവർ റിവീൽ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരു സ്പെക്സ് നോക്കുവാണെങ്കിൽ ഇൻഫിനിക്സ് 0Xന് 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് സൂപ്പർ ആംലഡ് ഡിസ്പ്ലേ, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും ഒക്കെയാണ്. മീഡിയാടെക്കിന്റെ ഹീലിയോ G95 SoC, 8GB പ്ലസ് 128 സ്റ്റോറേജ്, 3GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും റാം. അതുപോലെ തന്നെ ട്രിപ്പിൾ റെയർ ക്യാമറയാണ്, 64MB പ്രൈമറി ക്യാമറയും കൂടാതെ 8MB വെച്ചിട്ട് 2 ഡെപ്ത് സെൻസറും വൈഡ് സെൻസറും ഒക്കെയാണ്. 16MB ഫ്രണ്ട് ക്യാമറയുണ്ട്. അതേപോലെ തന്നെ 4500 mAh ബാറ്ററിയോടൊപ്പം 45 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ഇൻഫിനിക്സ് 0Xൽ കിട്ടുന്നത്. ഇനി ഇൻഫിനിക്സ് 0X പ്രോയിൽ നോക്കുകയാണെങ്കിൽ സെയിം ആണ്. ആ ഡിസ്പ്ലേ ഒക്കെ നോക്കുകയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും പ്രോസസ്സറും ഒക്കെ 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേയും മീഡിയാടെക്കിന്റെ ഹീലിയോ G95 SoC ഒക്കെ തന്നെയാണ്. എന്നാൽ 64-ന് പകരം 108MB ആയിരിക്കും ഇവിടെ ആ ഒരു പ്രൈമറി ക്യാമറ. അതിനുശേഷമുള്ള 8MB സെയിം ആണ്. കൂടാതെ 8+ൽ നമുക്ക് 128 വേരിയൻറ്റും അതേപോലെ തന്നെ 256 വേരിയൻറ്റും സ്റ്റോറേജ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. 4500 mAh ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയിട്ട് 45 വാട്ട് ഫാസ്റ്റ് ചാർജറൊക്കെ തന്നെയാണ് ഇതിലും നമുക്ക് ലഭ്യമാകുന്നത്. ഇനി ഇൻഫിനിക്സ് 0X നിയോയിൽ നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ച് ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റും മീഡിയാടെക്കിന്റെ ഹീലിയോ G95 SoC ഒക്കെ തന്നെയാണ്. ഇവിടെ എന്തായാലും ആ ഒരു പ്രോസസ്സർ സെയിം ആണ്. അതുപോലെ തന്നെ റാമും 8GB പ്ലസ് 128 ആണ്. എന്നാൽ ക്യാമറ നോക്കുകയാണെങ്കിൽ പ്രൈമറി 48 ആണ്, പ്ലസ് 8+8 ട്രിപ്പിൾ റെയർ ക്യാമറയും 16MB ഫ്രണ്ട് ക്യാമറയുമാണ്. 4500 mAh ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയിട്ട് 18 വാട്ട് ചാർജറാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ലഭ്യമാവാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ടെക് ന്യൂസിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതാണ്. ഇനി ഓഫേഴ്സ് നോക്കുകയാണെങ്കിൽ ആമസോണിൽ ഗോൾഡൻ ഡയമണ്ട് റഷ് നമുക്ക് മേക്കിംഗ് ചാർജ് 100% ഫ്രീ ആണ്. അതേപോലെ തന്നെ 10% ഓഫ് എല്ലാ ബാങ്ക് കാർഡുകൾക്കും ലഭ്യമാകും. കൂടാതെ പീട്രോൺ പ്രോഡക്റ്റുകൾക്ക് ഇന്ന് കുറച്ച് ഓഫറുണ്ട്. അതേപോലെ തന്നെ മെൻസ് ഫാഷൻ കാർണിവൽ അപ് ടു 70% ഓഫിൽ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. ICICI ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു 10% എക്സ്ട്രാ കിട്ടുമെന്നുള്ളതാണ്. ഇനി ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ ബജറ്റ് ധമാക്ക ലാസ്റ്റ് ഡേ ആണ്. മിന്ത്രയിൽ മേക്കപ്പ് ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും നാളെയോ ആയിട്ടാണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുക. അപ് ടു 60% ഓഫിൽ നമുക്ക് മേക്കപ്പ് ഇക്വിപ്മെന്റ്സ് അല്ലെങ്കിൽ മേക്കപ്പ് ആ ഒരു പ്രോഡക്റ്റുകൾ വാങ്ങിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ടെക് നോട്ട്സിന്റെ എപ്പിസോഡിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.